മാംഗല്യം 21. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. അകത്തേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു ഭയത്തോടെ തന്നെയാണ് അവൾ കയറിയത്. തന്റെ ഭയത്തിന്റെ കാരണം അവിടെയില്ല എന്ന് കൈമൾ മാഷ് പറഞ്ഞറിഞ്ഞെങ്കിലും എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ പിന്നെയും അവനായി ആ വീടിനുള്ളിൽ പരതി. ഇനിയും ഇവിടെ പേടിച്ചു നിൽക്കുവാണോ? എന്റെ പൊന്നു മോളെ, നീ അകത്തോട്ട് ചെല്ല്. എന്നിട്ട് നല്ല 2 ചായ ഇട്ടുകൊണ്ട് വാന്നേ. അതിന്റെ ഒരു കാര്യം. ഒരുപാട് വാത്സല്യത്തോടെ അവളുടെ തലയ്ക്ക് മുകളിൽ ഒന്ന് തടവിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടതും അവളുടെ കണ്ണ് നനഞ്ഞു. നാളുകൾക്കപ്പുറമാണ് ഒരുപാട് സ്നേഹത്തോടെ ഒരാൾ ഇങ്ങനെ. എന്തു പറ്റി കുഞ്ഞേ? എന്തിനാ കണ്ണിങ്ങനെ നിറയ്ക്കുന്നേ? ചോദിക്കുമ്പോൾ ഏകദേശം ഒരു രൂപമുണ്ടായിരുന്നു മാഷിന്റെ മനസ്സിലും. ഒന്നുമില്ല, അച്ഛനെ ഓർമ്മ വന്നു. വിതുമ്പലിനൊപ്പം ഒരു തുള്ളി കണ്ണുനീരും അവളിൽ നിന്ന് വേർപെട്ടു. കരയണ്ട, അച്ഛനോളം എത്തിയില്ലെങ്കിലും അതുപോലെ സ്നേഹിക്കാൻ മോൾക്ക് ചുറ്റും ആൾക്കാരുണ്ടെന്ന് എപ്പോഴും ഓർത്തോ കേട്ടോ. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ അയാൾ ഇത്തവണ അവളുടെ നെറുകെ തഴുകി കവിളിൽ മെല്ലെ തട്ടി. തീർത്തും നിർജീവമായ ഒരു പുഞ്ചിരി മറുപടി നൽകിയവളോട് കൂടുതലൊന്നും പറയാതെ അദ്ദേഹം മെല്ലെ ഒന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിന്റെ തലോടലും ആശ്വസിപ്പിക്കലും അവളുടെ മനം സന്തോഷിപ്പിച്ചതിന്റെ ആവാം അവളുടെ കണ്ണുനീര് മാഞ്ഞവിടെ ഇപ്പോൾ ആകാംക്ഷയാണ്. കാരണം അദ്ദേഹത്തെ വിട്ട് അകത്തേക്ക് കയറാൻ പോയവളുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ചുവരിൽ വെച്ചിരുന്ന കുറേയധികം ഫ്രെയിമിലേക്കായിരുന്നു. കുഞ്ഞി പെണ്ണിന്റെ പലതരത്തിലുള്ള ഫോട്ടോകളാണ്. അതിൽ ജനിച്ചപ്പോൾ മുതൽ ഇപ്പൊ വരെയുള്ള ഒരു വലിയ ഫ്രെയിമിലേക്കാണ് അവളുടെ നോട്ടമത്രയും ചെന്നത്. പ്രത്യേകിച്ചും അതിന്റെ നടുവിലെ ഒരു ഫോട്ടോയിൽ, ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന്റെ ചോറൂണിനോ മറ്റോ എടുത്തൊരു ഫോട്ടോ. പിന്നിൽ നമോ നാരായണ എന്നുള്ള ക്ഷേത്രത്തിന്റെ ആർച്ച് കാണാം. പക്ഷെ അതൊന്നുമായിരുന്നില്ല അവളിൽ കൗതുകം സൃഷ്ടിച്ചത്. കയ്യിലെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഉറക്കെ ചിരിക്കുന്ന ഹരി, കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഹരിയുടെ മുഖത്തെ പ്രകാശം. ഇങ്ങനെയും ഒരു മുഖം ഉണ്ടായിരുന്നോ എന്ന് പോലും അന്തിച്ചു പോകുന്ന പോലെ പെണ്ണിന്റെ കണ്ണുകൾ അവന്റെ ആ ചിരിയിൽ ഉടക്കി നിന്നു. ഇപ്പൊ കാണുന്ന ആൾക്ക് ഈ മുഖം തന്നെയാണോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന വിധം അവളുടെ കണ്ണുകൾ തന്റെ മനസ്സിലുള്ള ആളെയും മുന്നിൽ കാണുന്ന ആളുടെയും വ്യത്യാസം തിരഞ്ഞു. അവസാനം പരാജയം പോലെ അവൾ ഒന്ന് തളർന്നു. തനിക്ക് അറിയാവുന്ന ആളല്ലെന്നുറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ മുന്നിലേക്ക് നടക്കവെയാണ് വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി വന്നിരിക്കുന്ന ആളെ കാണുന്നത്. ഒരു പുഞ്ചിരിയോടെ അവൾ അടുത്തേക്ക് ചെന്നു. കാരണം ഇവിടെ നിന്നാലേ കാണാം എന്തൊക്കെയോ സ്വയം പരാതിയും പരിഭവവും ഒറ്റയ്ക്ക് പറയുന്ന ആ ആളെ. അങ്ങനെ എന്തോ പറയുകയാണ് പിന്നിലൊരു നിഴലനക്കം അറിഞ്ഞവൾ തിരിഞ്ഞു നോക്കുന്നത്. പിന്നിൽ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ട് അവരുടെ കണ്ണൊന്നു വിടർന്നു. പെട്ടെന്ന് തന്നെ അത് മാറി അവിടെ പരിഭവമായി. ദേ, നിന്റെ ശേഖരൻ മാമന്റെ ഒപ്പാരിയും പറഞ്ഞാണ് നീ ഇപ്പോ വന്നതെങ്കിൽ. ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പറച്ചിലിൽ തന്നെ അടുത്തേക്ക് ചെന്ന് ഇരു കവളും മെല്ലെ ഒന്ന് വലിച്ചു വിട്ടവൾ. ഇങ്ങനെ മൂക്കും മുഖവും ഒക്കെ വീർപ്പിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ കേട്ടോ. പെണ്ണിന്റെ ചിരിച്ചുകൊണ്ടുള്ള വർത്തമാനം കേട്ടതും അതുവരെ വാശി പിടിച്ചു നിന്നവരറിയാതെ അങ്ങ് ചിരിച്ചുപോയി. സീതമ്മ വന്നേ. എവിടെയാ ഈ അടുക്കള? അടുക്കളയോ? എന്തിന്? അതോ പുറത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ചായ വേണമെന്ന്. വായോ. അവരുടെ കയ്യിൽ പിടിച്ചുയർത്തി കളി പറയുന്നവളുടെ ചിരിയിൽ നോക്കിക്കൊണ്ട് അവരും എഴുന്നേറ്റു. പിന്നെ കിളവന്മാര്. നല്ലോണം പുച്ഛിച്ചുകൊണ്ടാണ് സീതമ്മ മുന്നേ നടന്നത്. അവർക്കൊപ്പം നടക്കുന്നതിനിടെ അവളുടെ ചെവി വട്ടം പിടിക്കുന്നുണ്ട് ഒരു കുഞ്ഞി പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ എന്ന പോലെ. കുറച്ചു മുന്നേ അവർ സംസാരിച്ചപ്പോൾ കുഞ്ഞുറങ്ങുവാണെന്ന് കേട്ടതാണ്. എന്നിട്ടും അവൾ വേഗം ഉണർന്നാൽ എന്തോ വലിയ ആഗ്രഹം കാണാൻ വേണ്ടി. ഇനി ഇപ്പൊ തന്നെ കണ്ടാൽ അന്നത്തെ പോലെ അവൾ പിന്നെയും പിണങ്ങുകയും വഴക്കുണ്ടാക്കുകയും ചെയ്താലോ? അത് ഓർക്കാൻ പോലും വയ്യ. ഒരേ നിമിഷം 1000 ചിന്തകൾ. നീ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിന്നാൽ നിന്റെ ചെറുപ്പക്കാർക്ക് മുന്നിൽ ചായ കിട്ടില്ല കേട്ടോ. അവളോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചായക്കുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് വെച്ചു. അത് കേട്ട് ചിരിച്ചു വേണ്ട, അവൾ തന്നെ ചായ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ആ തിരക്കിലേക്ക് വീണു. ചായ ആയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ ചായ കൊടുത്തുവിടാൻ നോക്കിയെങ്കിലും പിണക്കം മാറാത്തവർ കൊടുക്കില്ല എന്ന വാശിയിൽ അടുക്കളയിൽ തന്നെ നിന്നു. പുറത്തേക്ക് ഇറങ്ങി വരുന്നവളെ നോക്കി ശേഖരന്റെ കണ്ണുകൾ പിന്നിലേക്ക് തിരിഞ്ഞു. ആള് നല്ല പിണക്കത്തിലാ, വരുമെന്ന് തോന്നുന്നില്ല മാമ കേട്ടോ. ഇത്തിരി കുറുമ്പിൽ പറഞ്ഞ മറുപടിയിൽ ആൾ അവളെ മുഖം ചരിച്ചു നോക്കിക്കൊണ്ട് ചായയുമായി അകത്തേക്ക് പോയി. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരട്ടെ. അതുവരെ മോൾ ഇവിടെ വന്നിരുന്നോ? ഇതെന്താ ചായ എടുത്തില്ലേ? അവളുടെ കയ്യിൽ ചായയില്ലെന്ന് കണ്ട് കണ്ണൽപ്പം ചുളുക്കി ചോദിച്ചതും, രാവിലെ എനിക്ക് ഒരു ചായയെ പതിവുള്ളൂ. ഇങ്ങനൊരു കൊച്ച്.
ഒരു ചായ കൂടി കുടിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല മോളെ. പിന്നെയും കിട്ടി നെറുകയിൽ ഒരു തഴുകൽ, ഒപ്പം കവിളിൽ 2 തട്ടും. അച്ഛൻ. എന്നോ കിട്ടിമറിഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി മുന്നിൽ. അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞുപോയി. അച്ഛന് ചായ ഒരുപാട് ഇഷ്ടമാണല്ലേ? ആണോന്നോ? അവൾ ഉള്ളപ്പോൾ ആകെ എന്നോട് ബഹളം കൂട്ടിയിരുന്നത് ഇങ്ങനെ കേറിയിറങ്ങി ചായ കുടിക്കുന്നതിനായിരുന്നു. അത്രയും പ്രിയപ്പെട്ടവളുടെ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ ഈറനായത് അവൾ കണ്ടു. മരണം ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് ഓർമ്മകളുടെയൊക്കെ ഒരു പെരുമഴക്കാലമാണ്. മാഷിന്റെ പനിയൊക്കെ മാറിയോ? വെറുതെ ഒരു ചോദ്യവുമായി മാഷ് പോയിക്കൊണ്ടിരുന്ന ഓർമ്മകളിൽ നിന്നും പെട്ടെന്നുള്ള ഒരു തിരിച്ചു നടത്തത്തിനായി അവൾ കൂട്ടിക്കൊണ്ടുവന്നു ആളെ. അതൊക്കെ നല്ലോണം കുറഞ്ഞു. കൊച്ചിന്റെ കായന്ന് ചായയും കൂടി കുടിച്ചതും പമ്പ കടന്നില്ലേ? ആളുടെ ശ്രദ്ധ പിന്നെയും ചായയിലേക്ക് എത്തി. ഇതിപ്പോ ഇവിടെ പനി ഹരിക്കാണ്. എന്റെ മാറിയത് ഞാൻ അവന് കൊടുത്തോണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ നേരവും വഴക്കായിരുന്നു ചെറുക്കൻ. ഇനിയിപ്പൊ ക്ലാസ്സും കൂടി വരുന്ന ഏത് പരുവത്തിലാണാവോ കേറി വരിക? ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി സ്വയം പറയുന്ന ആളുടെ വർത്തമാനത്തിലെ ഹരി എന്ന പേര് മാത്രമേ അവൾ കേട്ടുള്ളൂ. ഇരിപ്പിടം പോലെ കെട്ടിയിരുന്നതിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു. എന്റെ കുഞ്ഞെ, നീ അതിനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ വരാൻ ഇനിയും നേരമുണ്ട്. ഇനിയിപ്പോ നേരമില്ലെങ്കിലും എന്റെ മോനത്ര ഭീകരനൊന്നുമല്ല കേട്ടോ നീ ഇത്രയും പേടിക്കാൻ. അവളുടെ പേടി അറിയുന്ന പോലെ അദ്ദേഹം പിന്നെയും ചിരിയോടെ പറഞ്ഞതും പെണ്ണ് വെറുതെ നോക്കി നിന്നു. ഇതിനിടയിലാണ് പിണങ്ങിപ്പോയ ഭാര്യയെ തിരിച്ചു പിടിച്ചുകൊണ്ട് ശ്രീധരൻ മാഷ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. കഴിഞ്ഞോ ഭാര്യയും ഭർത്താവിന്റെയും പിണക്കമൊക്കെ? ഇത്തവണത്തേക്ക് ഞാൻ പോട്ടേന്ന് വെച്ചു മാഷെ. നോക്കിക്കോ, ഇനി ആ വൈദ്യന്റെ മുന്നിലിരുന്നെങ്ങാണം അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം ശ്രീധരേട്ടൻ പറയട്ടെ, പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. അവിടെ ചെന്ന് എന്റെ പെട്ടിയും പ്രമാണവും എടുത്ത് ഞാൻ നേരെ ഇവിടേക്ക് വന്ന് താമസമാക്കും. അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഇവിടെ വന്ന് താമസിക്കുന്നതിന്റെ കാര്യം? പുരികം ഉയർത്തിയുള്ള ചോദ്യത്തിൽ സീത നോക്കിയത് മാഷിനെയാണ്. പെങ്ങളെ നോക്കാനുള്ള പെൻഷൻ പൈസ കിട്ടുന്നില്ലേ? ഓ, കിട്ടുന്നുണ്ട്. എന്റെ പെങ്ങൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൊറുതി മതിയാക്കി ഇവിടെ വന്ന് കൂടിക്കോ. എനിക്കും അത് ഭയങ്കര സന്തോഷമാണ്. ആങ്ങളെയും പെങ്ങളും കൂടി കൂടുതലങ്ങ് സന്തോഷിക്കല്ലേ. എന്റെ കുടുംബം വഴിയാധാരമാക്കിക്കൊണ്ടാണ് രണ്ടിന്റെ സന്തോഷം. ഇപ്പൊ ഞാൻ സന്തോഷിപ്പിക്കാൻ രണ്ടിനെ. ശ്രീധരൻ അവർക്കൊപ്പം കൂടിയതും ആകെ മൊത്തം ചിരിയും ബഹളവുമായി. മനസ്സ് നിറയെ ആ സന്തോഷം കണ്ടുകൊണ്ടാണ് അവൾ അടുക്കളയിലേക്ക് ചെന്നത്. ചായ ഇടുന്ന നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ആകെ ചോറ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. വേസ്റ്റ് ബാസ്ക്കറ്റിൽ മുട്ടത്തോട് കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി മുട്ടയും പൊരിച്ച് അച്ചാറും കൂട്ടിയാവും കഴിച്ചിട്ടുണ്ടാവുക എന്ന്. കാരണം മാങ്ങാച്ചാറിന്റെയും ഒരു കുപ്പി ആ പാതകത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അവൾ നേരെ ഫ്രിഡ്ജ് തുറന്നു നോക്കി. 2 സവാളയും 2 ക്യാരറ്റും. മിഴിക്ക് വന്ന കണ്ണുകൊണ്ട് അവൾ ഒരിക്കൽ കൂടി അത് നോക്കി ഉറപ്പുവരുത്തി. പിന്നെ എന്തോ ആലോചിച്ച് അവൾ തല കുലുക്കിക്കൊണ്ട് രണ്ടും കയ്യിലെടുത്തു. കണ്ണുകൾ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്ന ഡ്രോയറുകളിലെല്ലാം തപ്പിയപ്പോൾ പലചരക്ക് സാധനങ്ങൾ ഒഴിച്ചാൽ പച്ചക്കറികൾ ഒന്നും തന്നെ ഇല്ല. ഈ കാണുന്നതൊക്കെയുള്ളൂ. ഇതിലിടാൻ പച്ചമുളക് പോലും ഇല്ലല്ലോ എന്ന ചിന്തയിലാണ് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങി നോക്കാൻ തീരുമാനിച്ചത്. ഇത്തിരി തപ്പിയെങ്കിലും പിന്നാമ്പുറത്ത് വളർന്നു നിൽക്കുന്ന ഒരു കാന്താരി കണ്ടു. അതിൽ നിന്ന് 5-6 പൊട്ടിച്ചെടുത്തു. 5-6 തവണയെങ്കിലും മുറിച്ചെടുത്തു എന്ന് തോന്നുന്ന ചീരത്തണ്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇലകളും പിച്ചി. ഒന്നും കൂടി ചുറ്റുപാടും നോക്കിയപ്പോൾ മുത്തശ്ശിമാവിന്റെ താഴത്തെ കൊമ്പിൽ 5-6 മാവങ്ങ നിൽക്കുന്ന കണ്ടു. അതിൽ ഒന്നെങ്കിലും പൊട്ടിക്കാൻ ഒരു തോട്ടി അന്വേഷിച്ചെങ്കിലും ആ ഭാഗത്ത് നിന്ന് ഒരു ചുള്ളിക്കമ്പ് പോലും കിട്ടിയില്ല. അവസാനം അവിടെ കിടന്ന 3-4 കല്ലുകൾ ഒരുമിച്ചെറിഞ്ഞു നോക്കി. ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ ഒരെണ്ണം താഴെ വീണ് കിട്ടി. അതും എടുത്തുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത്. പിന്നെ അവൾ കൂടുതലൊന്നും ആലോചിച്ചു നിന്നില്ല. ആദ്യം തന്നെ പാതകത്തിൽ കമത്തി വെച്ചിരിക്കുന്ന നാളികേരം തിരുമി മാറ്റിവെച്ചു. ക്യാരറ്റും സവാളയും കൂടി മെഴുക്കുപുരട്ടിക്കും ചീര അരിഞ്ഞ തോരനും മാങ്ങപ്പുളി ഒരു ചമ്മന്തിക്കുമായി മാറ്റിവെച്ചു. വെളിച്ചെണ്ണ ചൂടായി മെഴുക്കുപുരട്ടിക്കുള്ളത് അതിലേക്കിട്ട് കാന്താരി ഇടാൻ തുടങ്ങുന്നതിന് മുന്നെയാണ് മോളുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് തന്നെ അതൊന്ന് വെന്ത് വരുന്നവരെ വരെ മുളകൊന്നും ഇട്ടില്ല. ഒന്ന് പരുവമായി എന്ന് തോന്നിയതും കുഞ്ഞിന് കൊടുക്കാനായി അല്പം മാറ്റിവെച്ചതിന് ശേഷം 4-5 കാന്താരി അല്പം ഒന്ന് ചതച്ച് അതിലേക്കിട്ട് നന്നായി മൊരിച്ചെടുത്തു. അതുപോലെ തന്നെ തോരന് തേങ്ങ ഒതുക്കിയെടുക്കുമ്പോഴും നല്ലോണം എരിവ് കുറച്ചാണ് അതിൽ നിന്നും കുഞ്ഞിന്റെ പങ്ക് മാറ്റിവെച്ചതിന് ശേഷം അല്പം കൂടി കാന്താരി പൊട്ടിച്ചിട്ടവൾ. പക്ഷെ ചമ്മന്തി ഉണ്ടാക്കാൻ നേരം മാത്രം ഇഞ്ചിയും കാന്താരിയും കറിവേപ്പിലയും ഒക്കെ വെച്ച് നല്ല എരിവിൽ തന്നെ ഉണ്ടാക്കിയവള്. അവളെ കാണാതെ തിരക്കി വന്ന മാഷ് കാണുന്നത് അടുക്കളയിൽ പമ്പരം പോലെ കറങ്ങുന്നവളെയാണ്. അത്ഭുതത്തോടെയാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത്. മോളിത് എന്താ ചെയ്യുന്നേ?
പെണ്ണ് പെട്ടെന്ന് പേടിച്ചുപോയി. കാരണം ചോദിക്കാതെയും പറയാതെയും ഒക്കെയാണ് ഇതുവരെ ഉള്ളതെല്ലാം ചെയ്തത്. പക്ഷേ അവളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന ഓരോ പാത്രവും അത്ഭുതത്തോടൊപ്പം ആകാംക്ഷയോടും കൂടിയാണ് മാഷ് തുറന്നു നോക്കിയത്. ഇത്രയും നേരം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയോ മോള്? ചോദിക്കുന്നതിനൊപ്പം തന്നെ ഓരോന്നും രുചിച്ചും കൂടി നോക്കുന്നുണ്ട് ആള്. ഇത്തവണ ആകാംക്ഷയിലും അധികം വെപ്രാളമായി പോയി അവളുടെ മുഖത്ത്. ആദ്യം അച്ഛൻ ഒരു നുള്ള തോരനാണ് വായിലേക്കിട്ടത്. മൂളിക്കൊണ്ടത് ചവച്ചു തിന്നുമ്പോൾ മനസ്സിൽ കണ്ട സന്തോഷത്തിൽ അവളുടെ മുഖവും ഒന്ന് വിടർന്നു. ആ കണ്ണിലാകെ നിറഞ്ഞ പുഞ്ചിരിയാണ്. തൊട്ടു പിന്നാലെ വെഴുക്കുവരട്ടിയും അവസാനം ചമ്മന്തിയും. ആളുടെ വിരലുകൾ പെട്ടെന്നാണ് ഓടിയെത്തിയത്. ഉഫ്, എന്ത് അസാധ്യമായിട്ടാണ് മോളെ ഓരോന്നുണ്ടാക്കുന്നത്. രണ്ടും മൂന്നും തവണ ചമ്മന്തി നാവിലേക്ക് വെച്ചുകൊണ്ട് ആസ്വദിക്കുന്ന കണ്ടതും അവൾ അറിയാതെ ചിരിച്ചുപോയി. മോൾ എന്തിനാ ചിരിക്കുന്നത്? അച്ഛൻ കളിയാക്കിയൊന്നുമല്ല, ശരിക്കും നല്ല രുചിയുണ്ട്. അയ്യോ, ഞാൻ ചിരിച്ചത് അതിനല്ല. തന്റെ ചിരി അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്നുള്ള വെപ്രാളത്തിൽ പെണ്ണ് പെട്ടെന്ന് കയറി പറഞ്ഞതും ഇടത് കൈയാലെ അവളുടെ കവിളിൽ ഒന്ന് തഴുകി വിട്ടു മാഷ്. അതെനിക്കറിയാലോ, എന്റെ മോൾ എന്നെ കളിയാക്കില്ലെന്ന്. ഒരിക്കൽ കൂടി നെറുകയിലൂടെ തഴുകിയതും അവളുടെ കണ്ണെന്ന് നിറഞ്ഞു. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ നാളുകൾക്കിപ്പുറം ആദ്യമായാണ് ഒരാൾ എന്റെ മോളെന്ന് പറഞ്ഞ് ഇത്രയും സ്നേഹത്തോടെ. പക്ഷേ അദ്ദേഹം അത് കാണും മുന്നേ അവൾ മുഖം കുനിച്ചു. എന്തോ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ഈ നേരത്തെ സന്തോഷം കളയാൻ തോന്നിയില്ല. പിന്നെയും അത്രയും രുചിയോടെ ചമ്മന്തി കഴിക്കുന്ന ആളെ നോക്കി അവൾ കണ്ണു തുടച്ചുകൊണ്ട് അല്പം കൂടി അടുത്തേക്ക് ചെന്ന് നിന്നു. ഇങ്ങനെ തിന്ന രാത്രിയിൽ കാണില്ല കേട്ടോ. ഞാനും ഓർത്തായിരുന്നു, പക്ഷെ പറ്റണ്ടേ. ഒരൽപ്പം ചമ്മലോടത് പറയുന്ന ആളെ കണ്ടതും ഇപ്രാവശ്യം അവൾ അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. ആദ്യമായി അവളുടെ മനസ്സ് തുറന്നുള്ള ചിരി കണ്ട് മാഷും ആ ചിരിയിൽ ചിരിയോടെ നിന്നു. മോൾക്ക് എപ്പോഴും ഇതുപോലെ ചിരിച്ചുകൂടെ? മനസ്സിൽ നിന്ന് അറിയാതെ വന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചതും അവളുടെ മുഖം മാറി. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് കാർമേഘം പിടിച്ചടക്കിയ മാനം പോലെ കറുത്തു. അത് കണ്ടതും അങ്ങനെ ഒരു ചോദ്യം പോലും വേണ്ടായിരുന്നു എന്ന് മാഷച്ചന് തോന്നി. മോളെ, ചിന്തിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനുമൊക്കെ ആർക്കാ മാഷെ ആഗ്രഹമില്ലാത്തത്? പക്ഷെ എന്റെ ജീവിതത്തിൽ സന്തോഷത്തിന് ആണ്ടിലും ആവണിക്കും മാത്രമേ ക്ഷണനമുള്ളൂ. പറയാതെ പറയുന്ന ഒരുപാട് സങ്കളുടെ ഒരു കൂട്ടാരമാണ് അവളെന്ന് മാഷിന് അറിയാമായിരുന്നെങ്കിലും എന്തോ അവളുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെ കേട്ടതും അദ്ദേഹത്തിന് അതൊക്കെ വലിയ സങ്കടമായി. മാഷിങ്ങനെ എന്നെ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ ഓക്കെയാണ്. അല്പം മുന്നേ വരെ ഉണ്ടായ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നകന്നു. അത് താൻ കാരണമാണ് ആ മുഖം മാറിയതെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ചിരിയുടെ മൂടുപടം എടുത്തണിഞ്ഞു. അത് മനസ്സിലായെങ്കിലും മാഷ് എന്തോ അതിന് പിന്നാലെ പോകാൻ നിന്നില്ല. കാരണം അതൊരു പക്ഷെ അവളെ പിന്നെയും സങ്കടമാക്കുന്ന പലതിലേക്കുമാവും കൊണ്ടുപോവുക എന്ന് അദ്ദേഹത്തിന് അത്രയ്ക്കുറപ്പുണ്ടായിരുന്നു. മാങ്ങ ബാക്കി ഇരിപ്പുണ്ടോ മോളെ? പെട്ടെന്ന് വന്ന അദ്ദേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ചോദ്യത്തിൽ പെണ്ണ് കണ്ണു മിഴിച്ച് ഒന്ന് നോക്കി. അല്ല, മാങ്ങയുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരു നാളികേരം പൊതിച്ചു തരാം. നീ ഇതുപോലെ ഒരു ഇത്തിരി കൂടി ഉണ്ടാക്കി വെക്ക്. സംശയത്തോടെ പെണ്ണിന്റെ കണ്ണ് ഒന്ന് കൂർത്തു. അല്ല, നമുക്ക് വേണമെങ്കിൽ നാളെ എടുക്കാമല്ലോ. കയ്യിലിരിക്കുന്ന ചമ്മന്തിയിൽ നിന്ന് പിന്നെയും ഒരു തുള്ളി കൂടി നാവിൽ വെച്ചാണ് പറച്ചിൽ. ഓവ്വ, ഈ പോക്കാ പോന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ആ പാത്രം കാലിയാവും. തലയാട്ടിക്കൊണ്ട് പെണ്ണ് അടച്ചു വെച്ചിരുന്ന മാങ്ങ പിന്നെയും ചെത്തുന്നത് കണ്ടതും അവളുടെ കളിയാക്കലിൽ ചമ്മി നിന്ന മാഷ് പെട്ടെന്ന് പോയി നാളികേരം പൊതിച്ചുകൊണ്ടുവന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നാളികേരം തിരുമ്മി അവളെ സഹായിക്കാം എന്ന് പറഞ്ഞെങ്കിലും അവളുടെ ഒരൊറ്റ നോട്ടത്തിൽ മാഷ് നല്ല കുട്ടിയായി പാതകത്തിലേക്ക് ചാരി നിന്നതും പെണ്ണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്തു മാറി. മോൾക്ക് നല്ല സ്പീഡുണ്ട്. അവളും ഇങ്ങനെ തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവളുടെ ഓർമ്മയിൽ പെട്ടെന്ന് പറഞ്ഞതാണ്. അത് കേട്ട് മണിക്കുട്ടി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കണ്ണു കലങ്ങി നിൽക്കുന്ന ആളെയാണ്. ഇത്രയും വർഷത്തിന് ശേഷവും ആ ഒരാൾക്ക് കൊടുക്കുന്ന ശൂന്യത എത്ര വലുതാണെന്ന് അവൾക്ക് മനസ്സിലായ നിമിഷം, അച്ഛന് ചായ ഒരുപാട് ഇഷ്ടമാണല്ലേ? ആണോന്നോ? അവൾ ഉള്ളപ്പോൾ ആകെ എന്നോട് ബഹളം കൂട്ടിയിരുന്നത് അങ്ങനെ കേറി ഇറങ്ങി ചായ കുടിക്കുന്നതിനായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റാനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെങ്കിൽ അപ്പോഴും ഭാര്യയെ അദ്ദേഹം ഒപ്പം കൂട്ടി. ചിലരുടെയൊക്കെ ശരീരം മാത്രമേ കൺമുന്നിൽ നിന്ന് മായുകയുള്ളൂ മോളെ. പക്ഷേ അവർ തന്ന സ്നേഹവും ഓർമ്മകളും നമ്മളെ ഒരിക്കലും അവരിൽ നിന്ന് അകറ്റി നിർത്തില്ല. അവളോടാണോ തന്നോടാണോ അത് പറഞ്ഞതെന്നറിയാതെ നിൽക്കുന്ന മാഷിനെ കണ്ട് അവളും ആ നിമിഷം അച്ഛനൊപ്പം കൂടി. ആഹാ,
അപ്പൊ ഇതായിരുന്നു മാഷും മോളും കൂടി പരിപാടി? സീതയുടെ ചോദ്യത്തിന് ശ്രീധരന്റെ മുഖത്തും ചിരിയായിരുന്നു. അത് പിന്നെ രാത്രിയിലേക്ക് മോള്. ഹാ, ഞാനും നേരത്തെ അടുക്കളയിൽ കയറിയപ്പോൾ കണ്ടായിരുന്നു ഇവിടെ ഒന്നുമില്ലെന്ന്. അത് പോയി ഇതെടുത്തോണ്ട് വന്നതാ. അടച്ചു വെച്ച രണ്ടു മൂന്ന് പാത്രം അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ചു സീതമ്മ. തുറന്നു നോക്കുമ്പോൾ ഇഡലിയും സാമ്പാറുമാണ്. ഇന്ന് രാത്രി അവിടെ അതാണെന്ന് ഓർത്തവൾ. ഇത് ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം സീതേ. എന്തായാലും ഇന്നെന്റെ കൊച്ചുണ്ടാക്കിയതും കൂട്ടി രാത്രി ഒരിത്തിരി വൃത്തിയായി എനിക്ക് ചോറുണ്ണണം. എത്ര നാളുകൂടിയാ വായിക്ക് രുചിയായി എന്തെങ്കിലും. ഏതോ ഓർമ്മയിൽ ആ സ്വരം ഇടറി. അപ്പോ ഇതുവരെ ഞാൻ ഉണ്ടാക്കി തന്നതിനൊന്നും രുചിയില്ലായിരുന്നോ കൈമളേട്ടാ? ഒത്തിരി ഒന്നുമില്ലെങ്കിലും ഇത്തിരി കുശുമ്പിൽ സീതയുടെ മുഖം മാറി. അത് ചുറ്റും നിന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. നീ ഉണ്ടാക്കുന്നതും ഒരുപാട് രുചിയാണ്. പക്ഷെ ഇത്. ബാക്കി പറയാതെ അദ്ദേഹം അവളുടെ കവിളിൽ ഒന്ന് തട്ടി. പിന്നെ നെറുകയിൽ മെല്ലെ തലോടി. മണി 7:30 ആയതേ ഉള്ളൂ അച്ഛാ. ഇതെന്താ ആഹാരം കഴിക്കാൻ ഇത്രയും ധൃതി? സാധാരണ 9 മണി കഴിഞ്ഞാലും വിളിച്ചാൽ വരാത്ത ആളാണ്. നോക്കിക്കൊണ്ടിരുന്ന പേപ്പർ ടേബിളിലേക്ക് തന്നെ വെച്ച് അല്പം ദേഷ്യത്തോടെയാണ് ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് വന്നത്. അതെന്താ, എന്നും 9 മണിക്ക് തന്നെ വിശക്കണമെന്നുണ്ടോ? ഒരു ദിവസം ഇത്തിരി നേരത്തെ വിശന്നാൽ ആഹാരം കഴിക്കാൻ പാടില്ലേ? ഇത്തവണ മോനേക്കാളും ദേഷ്യം അച്ഛനായിരുന്നു. എങ്കിൽ പിന്നെ അച്ഛനെ കഴിച്ചുകൂടെ? എന്നെ വെറുതെ. ചോദിച്ചതും ആ മുഖം മാറുന്നത് കണ്ട് ഹരി നാവൊന്ന് കടിച്ചു. ആകെ 2 പേര്. അതിൽ ഒരാൾ ഒരു നേരത്തും മറ്റേയാൾ അടുത്ത നേരത്തും. പിറുപിറുത്തുകൊണ്ട് ആഹാരം വിളമ്പുന്ന അച്ഛനോട് മറ്റൊന്നും പറയാതെ അവൻ പെട്ടെന്ന് കൈ കഴുകി വന്നു. ടേബിളിലേക്ക് ഇരുന്നതും മുന്നിൽ നിരക്കുന്ന ആഹാരം കണ്ട് ആ കണ്ണുകൾ നല്ലോണം ഒന്ന് ചുരുങ്ങി. ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതാണോ? പതിവില്ലാത്ത കറികളുടെ എണ്ണം കൂടിയതിന്റെ സംശയം അവൻ മറച്ചു വെച്ചില്ല. നീ കൂടുതൽ ഡിക്റ്റേറ്റീവ് കളിക്കാതെ കഴിക്കുന്നുണ്ടോ ഹരി? അല്പം മുന്നേ ഉണ്ടായിരുന്ന ദേഷ്യം ഒട്ടും മറച്ചു വെക്കാതെ അദ്ദേഹത്തിന്റെ നേരെ അവൻ അങ്ങ് ചാടി തീർക്കാൻ നോക്കിയപ്പോൾ അതിലും ഭീകരമായി അദ്ദേഹം അവനോട് ദേഷ്യം കാണിച്ചു. ഇനിയും കൂടുതലൊന്നും കേൾക്കാൻ കഴിയില്ലാത്ത പോലെ അവൻ കറികളും കൂട്ടി ചോറ് നാവിലേക്ക് വെച്ചതുമല്ല, അവന്റെ കണ്ണുകൾ വിടർന്നു. ഒപ്പം മറന്നുപോയോ ഏതോ രുചിക്കേട്ട് നാവിലേക്ക് എത്തിയ പോലെ ആ കണ്ണും നിറഞ്ഞു. അമ്മ. ചുണ്ടുകൾ അത്രയും മെല്ലെ പറഞ്ഞത് അടുത്തിരുന്ന മാഷിന്റെ കണ്ണുകൾ ഈറൻ തുടച്ചുകൊണ്ട് കേട്ടിരുന്നു അപ്പോഴേക്കും. എന്നും പോലെയല്ലേ ഞാൻ ചോറ് വെച്ചത്? സാധാരണ 2 ദിവസം കാണുന്ന ചോറ് നാളെ എനിക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ പോലും ഇല്ലല്ലോ. ഇതിപ്പോ ഞാൻ അരി കുറച്ചിട്ടതോ അതോ ചോറ് ഞങ്ങൾ കഴിച്ചു തീർത്തതാണോ? കലത്തിന്റെ അടിയിൽ കിടന്ന ചോറത്രയും ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിലേക്ക് പകരുന്നതിനിടയിൽ മാഷ് സ്വയം ചോദിച്ചു. എന്തു വച്ചാ, ആരോടാ ഈ കാര്യം പറയുന്നത്? എന്തായാലും നീ ഇവിടെയില്ല. നിന്റെ കുരുപ്പും ഇവിടെയില്ല. നല്ലവളായ നിന്റെ പെങ്ങൾ ഇവിടെ എങ്ങുമില്ല. അപ്പൊ പിന്നെ ഞാൻ ആരോടായിരിക്കും കാര്യം പറയുന്നത്? നല്ല പുച്ഛത്തിൽ അച്ഛൻ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കലവുമായി അദ്ദേഹം അടുക്കളയോട് ചേർന്നിടത്തേക്ക് ഇറങ്ങി. ചായ്പ് കെട്ടിയിടത്താണ് കരിക്കലങ്ങളും ചോറും ഒക്കെ വെക്കുന്നത്. അവിടെ ചെന്ന് പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളമൊഴിച്ച് അദ്ദേഹം അകത്തേക്ക് കയറിയതും അവൻ ആ വാതിൽപ്പടിയിൽ നിന്നും മാറാതെ കയ്യും കെട്ടി അങ്ങനെ നിന്നു. എന്താ? അത് തന്നെയാണ് എന്റെയും ചോദ്യം. കഴിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഇല്ലാത്ത ഗൗരവമാണല്ലോ ഇപ്പം. ആണെങ്കിൽ തന്നെ നിനക്കെന്താ? മുന്നേന്ന് മാറിക്കേ നീ. വന്നേക്കുന്നു ചോദ്യം ചെയ്യാൻ. നല്ലോണം ഗൗരവമുണ്ടായിരുന്നു ആ ചോദ്യത്തിൽ. ഒന്നുമില്ല, ഞാൻ വെറുതെ. അങ്ങനെ മോൻ കൂടുതൽ വെറുതെ പറയാൻ നിൽക്കണ്ട. സാധാരണ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പാത്രവും എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് സ്കൂളിലെ ആ ജോലി ഈ ജോലിയൊക്കെ എന്ന് പറഞ്ഞു പോകുന്ന മോൻ എന്താ ഇന്ന് അടുക്കളയിൽ കിടന്ന് ചാടം ചവിട്ടുന്നത്? എന്താ അച്ഛാ, എന്താ പ്രശ്നം? അവനെ നോക്കാതെ അകത്തേക്ക് കയറാൻ പോയ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി കുറച്ചുകൂടി അടുത്തു നിന്നു അവൻ. എനിക്കെന്ത് പ്രശ്നം? അല്ലെങ്കിൽ തന്നെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. അതീ നടത്തത്തിലും പറച്ചിലുമെല്ലാം ഇങ്ങനെ മുഴച്ചു നിൽക്കുകയല്ലേ? നേർത്തൊരു പുഞ്ചിരിയോടെയാണ് അവൻ അത് ചോദിച്ചത്. നിൽക്കുന്നതൊക്കെ അതുപോലെ തന്നെ നിന്നോട്ടെ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്കും നിന്റെ പെങ്ങൾക്കും എന്താ? അത് കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന ആശങ്ക മാറി ഹരി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോ അതാണ് കാരണം. എന്റെ അച്ഛ, ചേച്ചിക്ക് എന്തെങ്കിലും അത്രയും അത്യാവശ്യമുള്ള കാര്യം വന്നു കാണും. അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഇങ്ങോട്ടുള്ള വരവ് മാറ്റിവെക്കും എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകെ ഒരു വല്ലാത്ത മൂടായിരുന്നു രണ്ടുപേർക്കും. എന്തോ നാവിലേക്കെത്തിയ രുചി ഒരുപാട് ഓർമ്മകൾ ഒരുമിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പോലെ. ആ ഒരു വിങ്ങല് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും നാളുകൾക്കിപ്പുറം കിട്ടിയ രുചിയെ ആസ്വദിച്ച് മനസ്സറിയാതെയാണ് രണ്ടുപേരും ആഹാരം കഴിച്ചത്.
ആ ഒരു സന്തോഷത്തോടെ കഴിച്ചെഴുന്നേൽക്കുമ്പോഴാണ് ചേച്ചിയുടെ ഫോൺ വന്നത്. ഈ ആഴ്ച അവസാനം വരുമെന്ന് പറഞ്ഞ ആൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എല്ലാവരുടെയും സൗകര്യം നോക്കി പിന്നെ വരാം എന്ന് പറഞ്ഞ് ചേച്ചി കാര്യം പറഞ്ഞു നിർത്തിയതുമല്ല, അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ചേച്ചി ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും അച്ഛൻ ഫോൺ എടുത്തില്ല. പിന്നെ താനാണ് ഫോൺ എടുത്തതും കാര്യം കേട്ടതും പറഞ്ഞതുമൊക്കെ. അതിന്റെയാണ് ഇപ്പോ കാണിക്കുന്ന ഈ ദേഷ്യം. സത്യം പറഞ്ഞാൽ അച്ഛൻ ചേച്ചിയെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. കാണാൻ അത്രയും ആഗ്രഹിച്ചിട്ട് ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ സങ്കടമാണ് ഇങ്ങനെ പിണങ്ങി നടക്കുന്നത്. ആ ഒരു ചിന്തയോടെ അവൻ വീണ്ടും അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അച്ഛന്റെ മുന്നിലേക്ക് കയറി നിന്നു. എന്താ അച്ഛാ കൊച്ചു പിള്ളേരെ പോലെ? അച്ഛനും അമ്മയും ഒക്കെ പ്രായമാകുമ്പോൾ കൊച്ചു കുട്ടികൾ തന്നെയാവും ഹരി. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊക്കെ പണ്ട് അച്ഛനും അമ്മയും ചുറ്റും വേണമെന്ന് തോന്നിയ പോലെ അവർക്കും അപ്പോൾ തോന്നുന്നത് മക്കളെല്ലാം എപ്പോഴും കൂടെ വേണമെന്നാണ്. അങ്ങനെയൊന്നുമില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും അവക്കൊന്ന് വന്നു പൊക്കൂടെ? പറയുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ സ്വരം ഇടറി. ഷേ, എന്താ അച്ഛാ, അച്ഛൻ ചുമ്മാ സെന്റിയായി എന്നെ കൂടെ വിഷമിപ്പിക്കല്ലേ. അവൻ തോളിലൂടെ കൈയിട്ട് പിടിച്ചതും അദ്ദേഹം മകനെ അതുപോലെ ചേർത്ത് പിടിച്ചു. ഇന്നത്തെ സീതാന്റിയുടെ കൂട്ടാനൊക്കെ ഒരു പ്രത്യേക രുചിയായിരുന്നു അല്ലേ അച്ഛാ? എനിക്ക് പെട്ടെന്ന് അമ്മയുടെ രുചി പോലെയൊക്കെയാ തോന്നിയത്. വിഷയം മാറ്റാൻ അവൻ അങ്ങനെ ചോദിച്ചതെങ്കിലും അദ്ദേഹത്തിന് അതും നൽകിയത് സങ്കടം തന്നെയാണ്. ഉം വെറുതെ ഒന്ന് മൂളി. എന്നാലും സീതാന്റിയുടെ എവിടെ നിന്നും വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ അച്ഛാ. നല്ല രുചിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തീർത്ത നാവുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അദ്ദേഹം ചെറിയൊരു ഞെട്ടലോടെയാണ് ആ മുഖത്തേക്ക് നോക്കിയത്. നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അച്ഛാ. ആരോടെങ്കിലും കൂടുതൽ അടുത്തിട്ട് അകന്നു പോയാൽ പിന്നെ. ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൻ അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും എഴുന്നേറ്റു. അവൻ ബാക്കി നിർത്തിയ ആ പിന്നെ അവന്റെ 1000 വിഷമങ്ങളുടെ ബാക്കി പത്രമായിരുന്നു എന്നറിയുന്ന അദ്ദേഹം വെറുതെ പോലും അവനെ പിന്നെ നോക്കിയില്ല. മോള് കഴിച്ചിരുന്നോ അച്ഛാ? ഓ, ഇന്ന് ഒരു വഴക്കുമുണ്ടാക്കാതെ വയറ് നിറച്ച് കഴിച്ചാണ് ആളുടെ ഉറക്കം. സാധാരണ വൈകുന്നേരം ഉറങ്ങിയാൽ രാത്രി ഇത്രയും നേരം ഉറങ്ങേണ്ടാത്തതാണല്ലോ. അവന്റെ നെറ്റി ചുളിഞ്ഞു. നേരത്തെയോ? മണി 9:30 കഴിഞ്ഞു ഹരി. പിന്നെ ആൾക്ക് ചെറിയൊരു പനിക്കോൾ ഉണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം മുതൽ അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിന്റെയാവും ഈ ഉറക്കം. ചെറിയൊരു വാട്ടമുണ്ടെന്നേ ഉള്ളച്ചാ. അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ ഈ പടമൊക്കെ കണ്ടിട്ടല്ലേ ഇനി കിടക്കൂ. എനിക്ക് ഇത്തിരി ജോലിയുണ്ട്, ഞാൻ ചെല്ലട്ടെ. രാത്രിയിൽ ഇരുന്ന് പടം കാണുന്ന ശീലമുണ്ട് കൈമളിന്. അത് കണ്ടുകൊണ്ടാണ് മിക്ക ദിവസവും ഉറക്കം. ഹരി പോകുന്നു നോക്കി അദ്ദേഹം വെറുതെ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. കയ്യിലിരുന്ന റിമോട്ടിൽ ചാനലുകൾ മാറി മാറി വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞത് പ്രിയപ്പെട്ട ഭാര്യയെ ഓർത്തായിരുന്നു. ഇതേ സമയം കട്ടിലിൽ തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ഉറക്കം വരാതെ അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്തിനാണ് തനിക്ക് ഇത്രയും വെപ്രാളം? അടുക്കളയിൽ പോയി മടമടാന്ന് 2 ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടും നെഞ്ചിനകത്ത് വല്ലാത്തൊരു കനം പോലെ. ഞാൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് മാഷിനിയും പറഞ്ഞു കാണുമോ? കിടന്നവൾ പിന്നെയും അതേ വെപ്രാളത്തോടെ എഴുന്നേറ്റു. ശോ, വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തിരി കൂട്ടാൻ ഉണ്ടാക്കി വെച്ചതിന് ആരെന്ത് പറയാനാണ്? മനസ്സിന്റെ 2 ഭാഗങ്ങൾ ഒരുപോലെ സമർത്ഥിക്കാൻ തുടങ്ങിയതും മണിക്കുട്ടി വല്ലാത്തൊരു പങ്കപ്പാടിൽ കട്ടിലിൽ നിന്ന് തന്നെ എഴുന്നേറ്റിരുന്നു. എന്റെ മഹാദേവ, നാളെ അവിടെ ചെല്ലുമ്പോൾ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവല്ലേ. അല്ലെങ്കിൽ തന്നെ ആ സാറിന് എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ പോലും എന്റെ കൈയും കാലും വിറയല. ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ് അവിടെ ഉണ്ടായെന്നെങ്ങാനും അറിഞ്ഞാൽ. അത് ഓർക്കാൻ പോലും വയ്യാത്ത പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇതേ സമയം കുഞ്ഞിന്റെ അരികിൽ കിടന്ന നെറുകയിൽ തലോടുകയായിരുന്നു ഹരി. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അച്ചയുടെ പൊന്നിന് പനിയൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് നല്ലോണം മാമുണ്ടെന്ന് പറഞ്ഞല്ലോ മുത്തശ്ശ. നല്ല രുചിയുണ്ടായിരുന്നു അല്ലേ? അച്ഛനും വയററിയാതെ കഴിച്ചു. അതിന്റെയാവും ഉറക്കം വരുന്നുണ്ട്. മകളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ ആ നേരവും അവന്റെ നാവിലുണ്ടായിരുന്നത് ആ രുചിയായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.